ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ലോകമെമ്പാടും വലിയ തരംഗമായി മാറിയ ഒരു ചെറിയ കളിപ്പാട്ടത്തെക്കുറിച്ചാണ്. അതിന്റെ പേരാണ് ലബൂബു. നിങ്ങൾ ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഈ പേര് കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ ബാഗുകളിൽ തൂങ്ങിക്കിടക്കുന്ന പല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ രൂപം കണ്ടിട്ടുണ്ടാകും. വെറും ഒരു കളിപ്പാട്ടം എന്നതിലുപരി വലിയൊരു ചരിത്രവും കഥയും ഇതിന് പിന്നിലുണ്ട്. എങ്ങനെയാണ് ലബൂബു ഇത്ര വലിയ വിജയമായത്? ആരാണിത് ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനുവേണ്ടി ഇത്രയധികം പണം മുടക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് ലബൂബുവിനെ സൃഷ്ടിച്ചത്? ലബൂബുവിന്റെ കഥ തുടങ്ങുന്നത് കാസിംഗ് ലങ് എന്ന കലാകാരനിലൂടെയാണ്. 1972 ഹോങ്കോങ്ങിലാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അവിടെ ആയിരുന്നില്ല. അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം നെതർലൻഡ്സിലേക്ക് താമസം മാറി. പുതിയൊരു രാജ്യത്തെത്തിയപ്പോൾ ഭാഷ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഡച്ച് ഭാഷ അറിയില്ലാത്തതുകൊണ്ട് സ്കൂളിൽ മറ്റു കുട്ടികളുമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് ആശ്വാസമായത് പുസ്തകങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഫെയറി ടെയിൽസ്, മുത്തശ്ശി കഥകൾ. നോർഡിക് പുരാണങ്ങളിലെയും യൂറോപ്പിലെയും പഴയ കഥകളിലെ രാക്ഷസന്മാരും കുട്ടിച്ചാത്തന്മാരും അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഭാഷ അറിയില്ലെങ്കിലും ചിത്രങ്ങളിലൂടെ അദ്ദേഹം കഥകൾ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം സ്വന്തമായി ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. തന്റെ ഏകാന്തത മാറ്റാൻ അദ്ദേഹം വരച്ച ആ ചിത്രങ്ങളാണ് പിന്നീട് ലോകം അറിയുന്ന രൂപങ്ങളായി മാറിയത്. അദ്ദേഹം വലുതായപ്പോൾ ഒരു ചിത്രകാരനായി മാറി. ബെൽജിയത്തിൽ വെച്ചാണ് അദ്ദേഹം തന്റെ കരിയർ തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ എഴുതാനും വരയ്ക്കാനും തുടങ്ങി. 2015 ലബൂബു എന്ന കഥാപാത്രം ജനിക്കുന്നത്. കാസിംഗ് ലങ് ദി മോൺസ്റ്റേഴ്സ് എന്ന പേരിൽ ഒരു കഥാപരമ്പര ഉണ്ടാക്കി. ഇതിൽ കുറെ വിചിത്രമായ ജീവികൾ ഉണ്ടായിരുന്നു. കാട്ടിൽ താമസിക്കുന്ന ചെറിയ രാക്ഷസന്മാരാണിവർ. ഇതിൽ ഏറ്റവും പ്രശസ്തമായ കഥാപാത്രമാണ് ലബൂബു. ലബൂബുവിനെ കാണാൻ എങ്ങനെയാണ്? ഇതിന് കൂർത്ത ചെവികളുണ്ട്. വായ നിറയെ കൂർത്ത പല്ലുകളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 9 പല്ലുകൾ. കാണുമ്പോൾ കുറച്ച് പേടിപ്പിക്കുന്ന രൂപമാണെങ്കിലും ലബൂബുവിന് നല്ലൊരു മനസ്സുണ്ട്. ലബൂബു എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ലബൂബു എന്ത് ചെയ്താലും അത് അബദ്ധത്തിൽ ചെന്ന് അവസാനിക്കും. ഈ സ്വഭാവമാണ് ലബൂബുവിനെ ആളുകൾക്ക് പ്രിയപ്പെട്ടതാക്കിയത്. അത് വെറും ഒരു വില്ലൻ കഥാപാത്രമല്ല, മറിച്ച് കുസൃതിയും സ്നേഹവുമുള്ള ഒരു കുട്ടിച്ചാത്തനാണ്. ഈ സീരീസിൽ ലബൂബു മാത്രമല്ല ഉള്ളത്, സിമോമോ എന്നൊരു കഥാപാത്രമുണ്ട്. ഇത് കാണാൻ ലബൂബുവിനെ പോലെ തന്നെയാണ്. പക്ഷെ സിമോമോയ്ക്ക് വാലുണ്ട്, ലബൂബുവിന് വാലില്ല. കൂടാതെ ടൈക്കോക്കോ എന്നൊരു തലയോട്ടി മനുഷ്യനും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ലബൂബുവിന്റെ സുഹൃത്താണ് ടൈക്കോക്കോ. ആദ്യകാലത്ത് ലബൂബു കളിപ്പാട്ടങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൗ ടു വർക്ക് എന്ന കമ്പനിയാണ് ആദ്യം ഇതുണ്ടാക്കിയത്. അന്ന് ഇതൊരു ആർട്ട് ടോയ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിലയായിരുന്നു. സാധാരണക്കാർക്ക് ഇത് വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കളക്ടർമാർ മാത്രമാണ് ഇത് വാങ്ങിയിരുന്നത്. എന്നാൽ 2019 എല്ലാം മാറി. ചൈനയിലെ വലിയ ടോയ് കമ്പനിയായ പോപ്മാർട്ട് കാസിംഗ് ലങ്ങുമായി ഒരു കരാർ ഒപ്പിട്ടു. ലബൂബുവിനെ വിൽക്കാനുള്ള അവകാശം അവർ സ്വന്തമാക്കി. ഇതാണ് ലബൂബുവിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. പോപ്മാർട്ട് ഈ കളിപ്പാട്ടങ്ങളെ ബ്ലൈൻഡ് ബോക്സ് രൂപത്തിൽ വിൽക്കാൻ തുടങ്ങി. എന്താണ് ഈ ബ്ലൈൻഡ് ബോക്സ്? ഇത് വളരെ രസകരമായ ഒരു വിൽപ്പന രീതിയാണ്. നിങ്ങൾ കടയിൽ പോയി ഒരു ബോക്സ് വാങ്ങുന്നു. ആ ബോക്സിന്റെ പുറത്ത് ഉള്ളിലുള്ള കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് 6 വ്യത്യസ്ത തരം ലബൂബുകൾ ആ സീരീസിൽ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ വാങ്ങുന്ന ബോക്സിൽ ഏതാണ് ഉള്ളതെന്ന് തുറന്നു നോക്കുന്നത് വരെ നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം കിട്ടാം, ചിലപ്പോൾ കിട്ടില്ല. ഈ ആകാംക്ഷയാണ് ആളുകളെ വീണ്ടും വീണ്ടും വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. കൂടാതെ ഓരോ സീരീസിലും ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഹിഡൻ ഐറ്റം ഉണ്ടാകും. ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് 100-ൽ ഒരാൾക്ക് മാത്രമേ ഈ സീക്രട്ട് ടോയ് കിട്ടൂ. അതുകൊണ്ട് ഇതിന് വലിയ ഡിമാൻഡാണ്. ഈ ഭാഗ്യപരീക്ഷണമാണ് പോപ്മാർട്ടിനെ ഇത്ര വലിയ വിജയമാക്കിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലബൂബു വിപണിയിലുണ്ടെങ്കിലും 2024 ഇത് ലോകം മുഴുവൻ അറിഞ്ഞത്. ഇതിന് പ്രധാന കാരണം ലിസ എന്ന ഗായികയാണ്. പ്രശസ്ത കൊറിയൻ മ്യൂസിക് ബാൻഡായ ബ്ലാക്ക് പിങ്കിലെ അംഗമാണ് ലിസ. തായ്ലൻഡുകാരിയായ ലിസയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. 2024 ഏപ്രിൽ മാസത്തിൽ ലിസ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടു. അതിൽ അവർ വലിയൊരു ലബൂബു പാവയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. കൂടാതെ തന്റെ ലക്ഷറി ബാഗിൽ ഒരു ലബൂബു കീചെയിൻ തൂക്കിയിട്ട ചിത്രവും അവർ പങ്കുവച്ചു. ഇത് നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി. ലിസയുടെ ആരാധകർ ലബൂബു വാങ്ങാൻ കടകളിലേക്ക് ഓടി. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ലബൂബുവിന്റെ വിധി മാറി. അതുവരെ കടകളിൽ ബാക്കി കിടന്നിരുന്ന പാവകളെല്ലാം വിറ്റു തീർന്നു. ഓൺലൈൻ സൈറ്റുകളിൽ സ്റ്റോക്ക് തീർന്നു. ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും തായ്ലൻഡിലും വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും ഇത് വലിയൊരു ഭ്രാന്തായി മാറി. തായ്ലൻഡിൽ ലബൂബു വെറും ഒരു കളിപ്പാട്ടമല്ല ഇപ്പോൾ, അതൊരു സാംസ്കാരിക ചിഹ്നമായി മാറി. ലിസ തായ്ലൻഡ് സ്വദേശി ആയതുകൊണ്ട് അവിടെയുള്ളവർക്ക് ഇതിനോട് പ്രത്യേക സ്നേഹമുണ്ട്. തായ്ലൻഡിലെ പോപ്മാർട്ട് സ്റ്റോറുകൾക്ക് മുന്നിൽ പുലർച്ചെ മുതൽ ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ച സാധാരണമായി. അവിടുത്തെ ഗവൺമെന്റ് പോലും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു. ടൂറിസം വകുപ്പ് ലബൂബുവിനെ തായ്ലൻഡിലെ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലോററായി പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അവർ എയർപോർട്ടിൽ ലബൂബു മാസ്കോട്ടുകൾ എത്തിച്ചു. പരമ്പരാഗത തായ് വസ്ത്രം ധരിച്ച ലബൂബുവിനെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തി. തായ്ലൻഡിൽ ആളുകൾ ഈ പാവയെ അലങ്കരിക്കാൻ തുടങ്ങി. അവർ അതിന് കുഞ്ഞുടുപ്പുകൾ തയ്ച്ചു നൽകി, മേക്കപ്പ് ചെയ്തു, സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ചു.
ചിലർ ഇതിനെ ഭാഗ്യചിഹ്നമായി കണ്ട് പൂജിക്കാൻ വരെ തുടങ്ങി. ഇത് കണ്ട് ബുദ്ധമത സന്യാസിമാർക്ക് വരെ ഇടപെടേണ്ടി വന്നു. പാവകൾക്ക് അത്ഭുത ശക്തിയില്ലെന്ന് അവർക്ക് ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അത്രത്തോളമായിരുന്നു ജനങ്ങളുടെ ഭ്രമം. ഇത്രയും ഡിമാൻഡ് വന്നതോടെ ലബൂബുവിന്റെ വില കുതിച്ചുയർന്നു. സാധാരണ ഒരു ബ്ലൈൻഡ് ബോക്സിന് 1000 രൂപയോ 1500 രൂപയോ ആണ് വിലയെങ്കിൽ ഇപ്പോൾ റീസെല്ലേഴ്സ് അത് 3-4 ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത്. പ്രത്യേകിച്ച് മാക്രോൺ സീരീസിലെ ലബൂബുവിനാണ് ഏറ്റവും ഡിമാൻഡ്. ഇതിൽ ലബൂബുവിന്റെ മുഖം, കൈകൾ, കാലുകൾ എന്നിവ അനക്കാൻ സാധിക്കും. ഇത് ബാഗിൽ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ലിസ ഉപയോഗിച്ചത് ഇതാണ്. ഇത് കിട്ടാൻ ആളുകൾ എന്തും ചെയ്യുന്ന അവസ്ഥയായി. പിന്നീട് ഹാവ് എ സീറ്റ് എന്ന പുതിയ വേർഷൻ വന്നു. ഇതിൽ ലാബൂബു ഇരിക്കുന്ന രൂപത്തിലാണുള്ളത്. ഇതിന്റെ കണ്ണുകൾ അടയ്ക്കാനും തുറക്കാനും സാധിക്കും. ഇതും വലിയ ഹിറ്റായി മാറി. ചില അപൂർവമായ ലബൂബു പാവകൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ലേലത്തിൽ ലഭിക്കുന്നത്. ലിമിറ്റഡ് എഡിഷൻ പാവകൾ കിട്ടാൻ ആളുകൾ ചൈനയിലേക്കും ഹോങ്കോങ്ങിലേക്കും യാത്ര ചെയ്യുന്നു. പോപ്പ് മാർട്ടിന്റെ ഓഹരി വിലയും ഇത് കാരണം കുതിച്ചുയർന്നു. ഇതിനിടയിൽ ചില തെറ്റായ വാർത്തകളും പ്രചരിച്ചു. ലബൂബു ഒരു പിശാചാണ് എന്നതായിരുന്നു അതിലൊന്ന്. പസുസു എന്ന പുരാതന പിശാചുമായി ഇതിന് ബന്ധമുണ്ടെന്നും ഇത് വീട്ടിൽ വെക്കുന്നത് ദോഷമാണെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. എന്നാൽ ഇത് സത്യമല്ല. ലബൂബുവിന്റെ സ്രഷ്ടാവായ കാസിംഗ്ലങ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫെയറി ടെയിൽസിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്. ഇതിന് ചെകുത്താൻ സേവയുമായി യാതൊരു ബന്ധവുമില്ല. ഇതൊരു രസകരമായ കഥാപാത്രം മാത്രമാണ്. എന്തുകൊണ്ടാണ് ലബൂബു ഇത്ര പ്രശസ്തമായത്? പല കാരണങ്ങൾ കൊണ്ടാണ് ലബൂബു വിജയിച്ചത്. ഇത് കാണാൻ ക്യൂട്ടാണ്, എന്നാൽ കുറച്ച് വികൃതിയുമാണ്. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപമാണിത്. ഇതിന്റെ രോമങ്ങൾ തൊടാൻ നല്ല മൃദുവായതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു. ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീലുകൾ ചെയ്യുന്നവർ ലബൂബുവിനെ സ്ഥിരമായി ഉപയോഗിക്കുന്നു. അൺബോക്സിംഗ് വീഡിയോകൾക്ക് മില്യൺ കണക്കിന് കാഴ്ചക്കാരുണ്ട്. ഇതൊരു കളിപ്പാട്ടം മാത്രമല്ല, ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ബാഗിൽ ഇത് തൂക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. വലിയ ആഡംബര ബാഗുകളിൽ പോലും ആളുകൾ ഈ ചെറിയ പാവയെ തൂക്കിയിടുന്നു. കിട്ടാൻ പ്രയാസമാണ് എന്നത് ഇതിന്റെ മൂല്യം കൂട്ടുന്നു. മനുഷ്യർക്ക് എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോട് ഒരു ആകർഷണമുണ്ടാകുമല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലബൂബു വെറും ഒരു പാവയല്ല, അതൊരു വലിയ ബിസിനസ് സാമ്രാജ്യമാണ്. കാസിംഗ്ലങ് എന്ന കലാകാരന്റെ ഭാവനയും പോപ്പ് മാർട്ട് എന്ന കമ്പനിയുടെ ബുദ്ധിയും ലിസ എന്ന താരത്തിന്റെ സ്വാധീനവും ചേർന്നപ്പോൾ അത് വലിയൊരു വിജയമായി മാറി. ഇന്ന് കലയും കച്ചവടവും ഒന്നിച്ചു ചേരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലബൂബു. മുതിർന്നവർ കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നത് മോശമാണെന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കിഡൾട്ട്, അതായത് കിഡ്സ് പ്ലസ് അഡൾട്ട്സ് എന്ന സംസ്കാരം ഇന്ന് വളരുകയാണ്. മുതിർന്നവർക്കും കുട്ടികളെ പോലെ സന്തോഷം കണ്ടെത്താനുള്ള ഒരു മാർഗമായി ഇത് മാറി. നിങ്ങൾക്കും ഒരു ലബൂബു വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വിപണിയിൽ ഇപ്പോൾ വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ നോക്കി മാത്രം വാങ്ങുക.